സുഹൃത്തുക്കളെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് മധുരയിലെ ഒരു കൊട്ടാരമാണ്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരം. ഇതിനെ മധുരയിലെ മാണിക്യമെന്നും മധുരയിലെ അത്ഭുതമെന്നും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൊട്ടാരം കാണുന്നതിന് 10 രൂപ പാസ് എടുക്കണം. 9 മുതൽ 5 വരെയാണ് കൊട്ടാരം കാണുവാനുള്ള അനുവാദം. വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കൊട്ടാരത്തിൻ്റെ സ്ട്രക്ചർ. ഈ കൊട്ടാരം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൊട്ടാരമായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ 4/1 ഭാഗമേ അവശേഷിക്കുന്നുള്ളൂ. ഈ 4/1 ഭാഗം തന്നെ മനോഹരമായ കാഴ്ചയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പേര് തിരുമലൈ നായിക് പാലസ്. നായിക് വംശം മധുര ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കൊട്ടാരം പണിഞ്ഞത്. 1545 മുതൽ 1740 വരെയുള്ള കാലഘട്ടത്തിലാണ് നായിക് വംശം മധുര ഭരിച്ചിരുന്നത്. തിരുമല നായിക്കാണ് ഈ കൊട്ടാരം പണിയിച്ചത്. അദ്ദേഹം 36 വർഷം മധുരയിലെ രാജാവായിരുന്നു. 1636 ഈ കൊട്ടാരം പണി പൂർത്തിയാക്കിയത്. അദ്ദേഹം രാജാവായിട്ട് 13 വർഷത്തിന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊട്ടാരം പണി പൂർത്തിയായത്. സുർക്കിയിൽ തീർത്ത മിശ്രിതം കൊണ്ടാണ് ഈ കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ മുട്ടയുടെ വെള്ള ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കൊട്ടാരം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. ഇത് തമിഴ്നാട് ഗവൺമെൻറ്റും അതിനെ ടൂറിസത്തിൻ്റെ ഭാഗമായി പരിപാലിക്കുന്നു. ഇറ്റാലിയൻ രജപുത്ര കലയുടെ ഒരു ഫ്യൂഷൻ ഈ കൊട്ടാരത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതിഭയങ്കരമായ ഹൈറ്റിലും ഭീമാകാരമായ തൂണിലുമാണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. ഈ തൂണുകളുടെ വലിപ്പം ലോക ശ്രദ്ധയെ തന്നെ ആകർഷിച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗം ചിത്രപ്പണികൾ കൊണ്ടും കരകൗശല നിർമ്മിതി കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഇത് കൊട്ടാരത്തിൻ്റെ സെൻട്രൽ ഭാഗമാണ്, സെൻട്രൽ യാർഡ്. നമ്മൾ കൊട്ടാരത്തിൻ്റെ വാതിൽ കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ കസാറകൾ നിറച്ചിട്ടിരിക്കുന്നത് കാണാം. ഈ കസാറകൾ ഇവിടെ നൈറ്റ് ഷോ ഉണ്ട്, അത് ടിക്കറ്റ് വെച്ചാണ്. അത് 1 മണിക്കൂർ ഇംഗ്ലീഷിലും 1 മണിക്കൂർ തമിഴിലുമാണ്. ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് ഈ ലൈറ്റ് ഷോയിലൂടെ പ്രദർശിപ്പിക്കുന്നത്. രാത്രിയിലാണ് ഈ ലൈറ്റ് ഷോ നടക്കാറുള്ളത്. രാജാ സദസ്സ് നടക്കുമ്പോൾ രാജാവ് ഇരിക്കുന്ന പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
കൊട്ടാരം പണിഞ്ഞ തിരുമല നായിക്കിൻ്റെ പൗത്രൻ ചെറുമകൻ ഈ കൊട്ടാരത്തിലെ വജ്രങ്ങളും കരകൗശല വസ്തുക്കളും ആഡംബര വസ്തുക്കളും എല്ലാം കടത്തിക്കൊണ്ടുപോയി മറ്റൊരു ദേശത്തൊരു കൊട്ടാരം പണിഞ്ഞു. അതാണ് ഈ കൊട്ടാരത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഈ കൊട്ടാരം, ഇത്രയും നല്ലൊരു കൊട്ടാരം, അവരുടെ ഒരു ഗോഡൗണായിട്ട് മാറ്റിയിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള സൂക്ഷ്മതയില്ലായ്മ കൊണ്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ 1/4 ഭാഗമായിട്ട് ഇത് അവശേഷിച്ചത്. ഇതിൻ്റെ പൂർണ്ണതയിൽ ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പാലസായിരുന്നു. കൊട്ടാരം പിന്നീട് പുതുക്കി പണിഞ്ഞത് 1866 മുതൽ 1872 വരെ ഇവിടുത്തെ ഗവർണറായിരുന്ന ജോൺ നൈപ്പർ എന്ന് പറയുന്ന ആളാണ് ഈ കൊട്ടാരം സൂക്ഷിച്ച് പുതുക്കി പണിഞ്ഞ്. ഈ നാടകശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡാൻസ് ഹോളാണ്. സുന്ദരിമാരായ നർത്തകികൾ രാജാവിൻ്റെ മുൻപിൽ വന്ന് നൃത്തം ചെയ്യുന്ന ഒരു ഹോളാണിത്. അതിമനോഹരമായൊരു ഹോള്. അതൊരു മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ദേശീയ അന്തർദേശീയമായ നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.